بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 6 ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ബ്രാക്കറ്റിലെ ഉത്തരങ്ങളും കൂടി വായിച്ചു നോക്കി ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഓരോന്നിൻ്റെ നേരെ എഴുതുക. ഓപ്ഷൻസുകൾ ഉത്തരങ്ങൾ ഏതൊക്കെയുള്ളത്? അഫ്ലൽ, കഅബയാണ്, പുണ്യമുള്ളതാണ്, നിസ്കാരത്തിലെ ഔറത്ത്, ഖസ്റും ജമ്മുമാക്കി നിസ്കരിക്കൽ, ഫീലിയായ ഫർളിനെ അധികരിപ്പിക്കുക. ഇനി എന്തൊക്കെയാണ്? ചോദ്യം 1, പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം ഏതാണ്? 2-3 ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് എന്ത്? ഖസ്റും ജംഉം ആക്കി നിസ്കരിക്കൽ. അതിവിടെ ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഇവിടെ ആൻസർ അതാണ്. 2, പുരുഷന് മുട്ടുപൊക്കലിൻ്റെ ഇടയിലാണ്. പുരുഷന് മുട്ടുപൊക്കലിൻ്റെ ഇടയിലാണ് എന്ത്? നിസ്കാരത്തിലെ ഔറത്ത്. ആ ഓപ്ഷൻസിലെ ആദ്യ ഭാഗത്ത് അവസാനം, ആ ഓപ്ഷൻസിലെ ആദ്യ വരിയിൽ അവസാന ഭാഗത്തതാ നിസ്കാരത്തിലെ ഔറത്ത്. 3, പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ്. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ അഥവാ ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ അഫ്ലൽ എന്നവിടേണ്ട ആദ്യത്തെ ഓപ്ഷൻ, അതാണ് അതിൻ്റെ ആൻസർ. 4ാമത്തേത് ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഖിബില നമുക്കറിയാലോ, ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. അതിൻ്റെ ഉത്തരം കഅബയാണ്. 2ാമത്തെ ഓപ്ഷൻ എന്താ? കഅബയാണ്. 5ാമത്തെ ചോദ്യം സഹവിൻ്റെ സുജൂദിനുള്ള കാരണം. സഹവിൻ്റെ സുജൂദിനുള്ള കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇവിടെ ഓപ്ഷൻസിലുണ്ട്. ഏതാണത്? അവസാനത്തെ ഓപ്ഷൻ അതാ, ഫേലിയായ ഫർളിനെ അധികരിപ്പിക്കുക. അതാണ് അതിൻ്റെ ആൻസർ. ഇനി 6ാമത്തെ ചോദ്യം റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ, റവാത്തിബ് നിസ്കാരത്തിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് എന്ന ഓപ്ഷൻസിലുണ്ട്. 3ാമത്തെ ഓപ്ഷൻ അതാണ് ഇവിടെ ആൻസർ, പുണ്യമുള്ളതാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം, അതിനോട് യോജിക്കുന്നത് ഖസ്റും ജമ്മും ആക്കി നിസ്കരിക്കൽ. 2, പുരുഷൻ്റെ മുട്ടുപൊക്കലിൻ്റെ ഇടയിലാണ്. അതിനോട് യോജിക്കുന്ന ഉത്തരം നിസ്കാരത്തിലെ ഔറത്ത്. 3, പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ്. അതിനോട് യോജിക്കുന്നത് അഫ്ലൽ. 4, ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനോട് യോജിക്കുന്നത് കഅബയാണ്. 5, സഹവിൻ്റെ സുജൂദിനുള്ള കാരണം. അതിനോട് യോജിക്കുന്നത് ഫീലിയായ ഫർളിനെ അധികരിപ്പിക്കൽ. 6ാമത്തെ ചോദ്യം റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ. അതിനോട് യോജിക്കുന്നത് പുണ്യമുള്ളതാണ്. 2ാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം. ഇവിടെ 2 ചോദ്യങ്ങളാണുള്ളത്, അഥവാ ജമാഅത്ത് സുന്നത്തുള്ളത്, അതേപോലെ ജമാഅത്ത് സുന്നത്തില്ലാത്തത്. അപ്പോൾ മുകളിൽ ബ്രാക്കറ്റിൽ കുറച്ച് നിസ്കാരങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട്. ആ നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്തതുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ എഴുതുക, ജമാഅത്ത് സുന്നത്തില്ലാത്തതിൽ സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ താഴോട്ടെടുത്ത് എഴുതുക. 1ാമത്തെ ഏതാ? റവാത്തിബ് നിസ്കാരങ്ങൾ. റവാത്തിബ് നിസ്കാരങ്ങൾ നമുക്കറിയാം, ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷം നിസ്കരിക്കണമെന്നാണല്ലോ. അതെപ്പോഴാണ്? അത് ജമാഅത്ത് സുന്നത്തില്ലാത്തതിൽ പെട്ടതാണ്. പിന്നെ ഏതാ? ഗ്രഹണ നിസ്കാരങ്ങൾ. ഗ്രഹണ നിസ്കാരങ്ങൾ പഠിച്ചല്ലോ, സ്വലാത്തുൽ കുസൂഫൈൻ, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണ നിസ്കാരങ്ങളൊക്കെ പഠിച്ചില്ലേ. അത് ജമാഅത്ത് സുന്നത്തുണ്ടോ ഇല്ലേ? ജമാഅത്ത് സുന്നത്തുള്ളതിൽ പെട്ടതാണ്. അപ്പോൾ അതവിടെ എഴുതാം. പിന്നെ തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പള്ളിയിൽ പ്രവേശിക്കുന്നവൻ പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നതാണ് തഹിയ്യത്ത്. അപ്പോൾ ഏതാണ്? ജമാഅത്ത് സുന്നത്തില്ലാത്തതിൽ പെട്ടതാണ്. 2 പെരുന്നാൾ നിസ്കാരങ്ങൾ നമുക്കറിയാം, ഏതാണ്? ജമാഅത്ത് സുന്നത്തുള്ളതിൽ പെട്ടതാണ്. ഇനിയോ തറാവീഹും അതുപോലെ തന്നെ നമുക്കറിയാം, ജമാഅത്ത് സുന്നത്തുള്ളതിൽ പെട്ടതാണ്. പിന്നെ തഹജ്ജുദ് എപ്പോഴും നിസ്കരിക്കണം നമുക്കറിയാലോ, രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കുന്നതാണ്. അത് ജമാഅത്ത് സുന്നത്തില്ലാത്തതിൽ പെട്ടതാണ്. അപ്പോൾ ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ജമാഅത്ത് സുന്നത്തുള്ളത് ഗ്രഹണ നിസ്കാരങ്ങൾ, 2 പെരുന്നാൾ നിസ്കാരങ്ങൾ, തറാവീഹ്. 2 ജമാഅത്ത് സുന്നത്തില്ലാത്തത് റവാത്തിബ് നിസ്കാരങ്ങൾ, തഹിയ്യത്ത്, തഹജ്ജുദ്. 3ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം ചെറിയ വാക്കുകൾ കൊടുത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം എന്താ? ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ്. ഇമാമിൻ്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനക്ക് നമുക്കൊരു പേരുണ്ട്. ആ പേര് ഇവിടെ എഴുതി കൊടുത്താൽ ഫുള്ളായി. മസ്ബൂക്ക് എന്നാണ് ആൻസർ, മസ്ബൂക്ക്. 2ാമത്തെ ചോദ്യം എന്താ? ഇമാമാണെന്ന് കരുതൽ ജുമുഅ നിസ്കാരത്തിൽ വാജിബും അല്ലാത്തവയിൽ
ഡാഷ്. അവിടെ എന്താ ചേർക്കേണ്ടത്? ഇമാമായി നിസ്കരിക്കുമ്പോൾ ഇമാമാണ് എന്ന് ഞാൻ ഇമാമാണെന്ന് കരുതൽ ജുമാ നിസ്കാരത്തിൽ വാജിബാണ്, അല്ലാത്ത നിസ്കാരങ്ങളിലോ സുന്നത്തുമാണ് എന്നാണ് അതിൻ്റെ ആൻസർ. അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പൂർത്തിയാവും, സുന്നത്തുമാണ്. മൂന്നാമത്തത് ഒരു ഹദീസാണ്, ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ഡാഷ്. അവിടെ ഏതാണ് ചേർത്ത് കൊടുക്കേണ്ടത്? ബുയൂത്തിഹിന്ന എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂത്തിഹിന്ന. സ്ത്രീകളുടെ പള്ളികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത് അവരുടെ വീടിൻ്റെ ഉള്ളറയാണ് നമ്മൾ പഠിച്ചല്ലോ. ഇനി നാലാമത്തത്, ജനം അധികരിച്ച ജമാഅത്ത് കുറഞ്ഞതിനേക്കാൾ ഡാഷ്. ജനം അധികരിച്ച ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളുള്ള ജമാഅത്ത് കുറഞ്ഞ ജമാഅത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് അവിടെ എഴുതിയാൽ അത് പൂർത്തിയാവും, ശ്രേഷ്ഠമാണ്. അഞ്ചാമത്തത് ശുക്രിൻ്റെ സുജൂദ്. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ്. അവിടെ എന്താ ചേർക്കേണ്ടത്? ബാത്തിലാകും. ശുക്രിൻ്റെ സുജൂദ് തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ പഠിച്ചതാണ്. തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാം, നിസ്കാരത്തിൻ്റെ പുറത്തും ചെയ്യാം. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല, നിസ്കാരത്തിൻ്റെ പുറത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പൂർത്തിയാകും. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1. ഇമാമിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. 2. ഇമാമിന് ഇമാമാണെന്ന് കരുതൽ ജുമാ നിസ്കാരത്തിൽ വാജിബും അല്ലാത്തവയിൽ സുന്നത്തുമാണ്. മൂന്നാമത്തെ ചോദ്യം, ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂത്തിഹിന്ന. 4. ജനം അധികരിച്ച ജമാഅത്ത് കുറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ്. 5. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഇവിടെ 4 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ജമാഅത്ത് നിസ്കാരം. ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതി കൊടുക്കാനാണ്. അതിൻ്റെ ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുക. ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന്. രണ്ടാമത്തെ ചോദ്യം, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഏതാ? നമുക്കറിയാലോ, സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെ. സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് അതിൻ്റെ സമയം. 3. തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താ നമ്മൾ പഠിച്ചത്? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. നാലാമത്തെ ചോദ്യം എന്താ? തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണിത്. തസ്ബീഹ് നിസ്കാരം 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1. ജമാഅത്ത് നിസ്കാരം. ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന്. 2. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അതിൻ്റെ ഉത്തരം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ്. മൂന്നാമത്തെ ചോദ്യം, തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. അതിൻ്റെ ഉത്തരം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. നാലാമത്തെ ചോദ്യം, തസ്ബീഹ് നിസ്കാരം. അതിൻ്റെ ഉത്തരം 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, കിടന്ന് നിസ്കരിക്കുന്നവന് കഴിയുമെങ്കിൽ ശരിയായ നിലക്ക് ചെയ്യണമെന്തെല്ലാം. കിടന്നുങ്ങാണ്ട് നിസ്കരിക്കുന്ന ആളുകൾ അവർ നിസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് കഴിയുമെങ്കിൽ ഏതൊക്കെ ചെയ്യണമെന്നാണ്. ഇതിൻ്റെ ഉത്തരം റുക്കൂഉം സുജൂദും. റുക്കൂഉം സുജൂദും. 2. തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതാ? പള്ളിയിൽ പ്രവേശിച്ച മുതൽ ഇരിക്കുന്നത് വരെയാണ് തഹിയ്യത്തിൻ്റെ സമയം. മൂന്നാമത്തെ ചോദ്യം, ളുഹാ നിസ്കാരം കൂടിയതും കുറഞ്ഞതുമായ റക്കത്തുകൾ എത്ര? ളുഹാ നിസ്കാരം നമ്മൾ കുറേ സുന്നത്ത് നിസ്കാരങ്ങൾ പഠിച്ചു. കുറഞ്ഞ റക്അത്തുകൾ എത്ര, കൂടിയ റക്അത്തുകൾ എത്ര? ഇവിടെ ളുഹാ നിസ്കാരമാണ് ചോദ്യം. കുറഞ്ഞത് 2 റക്അത്ത്, കൂടിയത് 8 റക്അത്ത്. കുറഞ്ഞത് 2, കൂടിയത് 8. നാലാമത്തെ ചോദ്യം, സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ്? എന്തിനാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്? എൻ്റെ ഉത്തരം ഫർള് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളും മറവി കാരണം നഷ്ടപ്പെട്ടു പോയ ഫർളുകളും പരലോകത്ത് പരിഹരിക്കപ്പെടാൻ. അതിനു വേണ്ടിയിട്ടാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1. കിടന്ന് നിസ്കരിക്കുന്നവന് കഴിയുമെങ്കിൽ ശരിയായ നിലക്ക് ചെയ്യണം എന്തെല്ലാം? ഉത്തരം റുക്കൂഉം സുജൂദും. 2. തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? ഉത്തരം പള്ളിയിൽ പ്രവേശിച്ച മുതൽ ഇരിക്കുന്നത് വരെ. 3. ളുഹാ നിസ്കാരം കൂടിയതും കുറഞ്ഞതുമായ റക്അത്തുകൾ എത്രയാണ്? കുറഞ്ഞത് 2, കൂടിയത് 8. നാലാമത്തെ ചോദ്യം, സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ്? ഉത്തരം ഫർള് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളും മറവി കാരണം നഷ്ടപ്പെട്ടു പോയ ഫർളുകളും പരലോകത്ത് പരിഹരിക്കപ്പെടാൻ. ആറാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ. ആരാണ് നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ? 2 എഴുതാനാണ്.
നമ്മൾ പഠിച്ചല്ലോ 17ാമത്തെ പാഠം സ്വലാത്തുൽ ജമാഅ. ആ പാഠത്തിൽ അവസാന ഭാഗത്ത് പഠിച്ചു ഫാസിഖ്, മുബ്തദി, വസ്വാസുള്ളവൻ, അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവയെ തുടരൽ കറാഹത്താണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കാണ്ട് പഠിക്കുമ്പോൾ മുഴുവൻ പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, ജമാഅത്ത് നിസ്കാരത്തിലെ ഇമാമിൻ്റെ ഷർത്തുകൾ. ജമാഅത്ത് നിസ്കാരത്തിലെ ഇമാമിൻ്റെ ഷർത്തുകൾ എന്ന് രണ്ടെണ്ണം ഇതാനാണ്. ഒന്ന്, മഅ്മൂം പുരുഷനോ ഹുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക. രണ്ട്, മഅ്മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. പിന്നെയോ ഇമാം മറ്റൊരാളോട് തുടർന്ന് നിസ്കരിക്കുന്നവനല്ലാതിരിക്കുക. പിന്നെ ഇമാം നിസ്കാരം മടക്കൽ വാജിബായവൻ അല്ലാതിരിക്കുക. പിന്നെ മഅ്മൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹായിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ. ഉത്തരം ഫാസിഖ്, മുബ്തദി. രണ്ട്, ജമാഅത്ത് നിസ്കാരത്തിലെ ഇമാമിൻ്റെ ഷർത്തുകൾ. ഒന്ന്, മഅ്മൂം പുരുഷനോ ഹുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക. രണ്ട്, മഅ്മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. ഏഴാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം. ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓർഡർ കറക്റ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ഏതാണ്. വൽ ഇമാമു അലാ ഹാലിൻ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അഹദുകുമുസ് സ്വലാത്ത. പിന്നെ കമാ യസ്നഉൽ ഇമാമു, പിന്നെ ഫൽ യസ്നഉ. എങ്ങനെ ഓർഡറിലാക്കാം? ആദ്യമായിട്ട് ഏതാ കൊടുക്കേണ്ടത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അഹദുകുമുസ് സ്വലാത്ത, അതാണ് ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത് ഏതാ കൊടുക്കുക? വൽ ഇമാമു അലാ ഹാലിൻ. പിന്നെ എന്ത് കൊടുക്കണം? ഫൽ യസ്നഉ. അവസാനം ഇത് കൊടുക്കുക കമാ യസ്നഉൽ ഇമാമു. അപ്പോൾ എങ്ങനെ വരും? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹദുകുമുസ് സ്വലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഫൽ യസ്നഉ കമാ യസ്നഉൽ ഇമാമു. ഒന്നും കൂടി പറയാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹദുകുമുസ് സ്വലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഫൽ യസ്നഉ കമാ യസ്നഉൽ ഇമാമു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.